ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതലയേറ്റിരിക്കുകയാണല്ലോ. T20 ലോകകപ്പ് കിരീടം നേടിയ രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയപ്പോൾ പകരക്കാരനായി ഗംഭീർ എത്തുകയായിരുന്നു. കോച്ചിന്റെ ഏറ്റവും പുതിയ പ്രതികരണം വന്നിട്ടുണ്ട്. ഫോമിലുള്ള താരങ്ങൾ 3 ഫോർമാറ്റിലും കളിക്കണമെന്നാണ് ഗംഭീറിന്റെ നിലപാട്. ഹർദിക് പാണ്ഡ്യ ടെസ്റ്റ് കളിക്കണമെന്നും ഗംഭീർ വ്യക്തമാക്കി കഴിഞ്ഞു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ 2 തവണയും റണ്ണറപ്പുള്ളതായ ഇന്ത്യ ഇത്തവണ കപ്പ് ലക്ഷ്യമിടുന്നു. ഇതിനായിട്ടുള്ള നീക്കം ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. മധ്യനിരയിൽ അജിങ്ക്യ രഹാനെക്ക് പകരക്കാരനെ കണ്ടെത്താനായിട്ടില്ല. ക്ലാസിക് താരങ്ങൾ മാത്രം ടെസ്റ്റ് കളിക്കുകയും ആക്രമിച്ചു കളിക്കുന്നവർ ടെസ്റ്റ് ടീമിന് പുറത്തു നിൽക്കുകയും ചെയ്യുന്നതാണ് സമീപകാലത്തായി ഇന്ത്യൻ ടീമിൽ നിന്ന് കാണാനാവുന്നത്. സഞ്ജു സാംസൺ IPL-ലൂടെ വളർന്ന താരമാണ്. ഇതിനോടകം അദ്ദേഹത്തെ ഇന്ത്യ ഏകദിനത്തിലും T20 കളിപ്പിച്ചു. എന്നാൽ ടെസ്റ്റിൽ അവസരം നൽകിയിട്ടില്ല. കളിക്കാൻ അവസരം ലഭിച്ചാൽ വലിയ സ്കോറിലേക്ക് ഉയർത്താൻ കഴിവുള്ള താരമാണ് സഞ്ജു. തന്റേതായ ദിവസം വീരേന്ദ്ര സെവാങ്ങിനെ പോലെ കടന്നാക്രമിച്ച് കളിക്കാൻ സഞ്ജുവിന് മികവുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനൊപ്പം മികച്ച പ്രകടനം തന്നെ സഞ്ജു കാഴ്ചവെച്ചിട്ടുമുണ്ട്. ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്തിന്റെ ബാക്കപ്പായി ധ്രുവ് ജുറലിനെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. ജുറലിനേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പറും അനുഭവസമ്പന്നനായ ബാറ്റ്സ്മാനും സഞ്ജുവാണ്. അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ വരവ് സഞ്ജുവിന്റെ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിത്തിരിവാകും. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.